ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. സീഡ് ആൻഡ് സോയിൽ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റികൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് us. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? അമ്മ എങ്ങും പോയിട്ടില്ല, അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പാറുവിൻ്റെ അച്ഛൻ പാറുവിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദ്യം. ടു കൺസോൾ ഹെർ, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. കൺസോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. ഹി ഓൾസോ ബിലീവ് ദാറ്റ് ഇൻ ദി ഫോം ഓഫ് നേച്ചർ ഹെർ മദർ ഈസ് ദെയർ. അദ്ദേഹവും വിശ്വസിക്കുന്നു പ്രകൃതിയുടെ രൂപത്തിൽ പാറുവിൻ്റെ അമ്മ അവിടെയുണ്ട് എന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പാറു നെവർ ഫെൽറ്റ് ലോൺലെസ്, വാട്ട് കുഡ് ബി ദ റീസൺ? പാറുവിന് ഒരിക്കലും ഒറ്റപ്പെടൽ തോന്നിയിട്ടില്ല. ലോൺലെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തത, ഒറ്റപ്പെടൽ എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ്? പാറു നെവർ ഫെൽറ്റ് ലോൺലെസ് ബിക്കോസ് ഹെർ ഗ്രാൻഡ് മദർ ഡിഡ് എവറിത്തിങ് ഷീ കുഡ് ടു മേക്ക് ഹെർ ചിയർഫുൾ. അമ്മൂമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്ത് പാറുവിനെ സന്തോഷിപ്പിക്കാമോ അതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഷീ ഫോളോഡ് ഹെർ ലൈക്ക് എ ഷാഡോ. ഒരു നിഴൽ പോലെ ഗ്രാൻഡ് മദർ പാറുവിനെ പിന്തുടരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് 2 സെന്റൻസസ് ഫ്രം ദ ടെക്സ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫീൽഡ്. ആ പാഠത്തിനെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ പാഠത്തിനെ പറ്റി പറയുന്ന 2 സെന്റൻസുകൾ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ എടുത്ത് എഴുതുക. നമ്മൾ അതിനകത്ത് നിന്ന് തന്നെ എടുത്ത് എഴുതിയാൽ മതി, നമ്മൾ മാറ്റമൊന്നും വരുത്തണ്ട. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. പാടം മുഴുവൻ ചെളിവെള്ളം നിറഞ്ഞിരിക്കുകയാണ്. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദി സർഫസ്. അതിൻ്റെ ഒരു ചെറിയ ഒരു കാറ്റ് വന്നപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിനകത്ത് ഓളങ്ങളൊക്കെ ഉണ്ടായി. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ വെയർ ദ ഫാമേഴ്സ് ഹാപ്പി? എന്തുകൊണ്ടാണ് ആ കർഷകർക്ക് സന്തോഷം വന്നത്? ദേ വെയർ ഹാപ്പി ബിക്കോസ് പാറു ആൻഡ് എച്ചുവമ്മ ജോയിൻഡ് വിത്ത് ദം. പാറുവും എച്ചുവമ്മയും അവരുടെ കൂട്ടത്തിൽ കൃഷിക്ക് ഒത്തുചേർന്നു, അതാണ് അവർക്ക് സന്തോഷം വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ്? ഗുഡ് മാനുവർ ഫോർ പ്ലാന്റ്സ്, ചെടികൾക്ക് നല്ല വളം എന്താണ്? മാനുവർ എന്ന് പറഞ്ഞാൽ വളം. Fallen flowers, leaves and dead insects decay in the soil. It is good manure for plants. അതും ആ പുസ്തകത്തിൽ ആ പേജിൽ തന്നെ തന്നിട്ടുണ്ട്. കൊഴിഞ്ഞു വീഴുന്ന പുഷ്പങ്ങൾ, ഇലകൾ, അതുപോലെ പ്രാണികൾ, ഇതൊക്കെ പ്രാണികളൊക്കെ ചത്ത് ആ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരുന്നു. ഇത് പിന്നീട് നല്ല വളമായിട്ട് മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹെർ ഹോം. വൈ ഡിഡ് ഷീ സേ സോ? എന്തുകൊണ്ടാണ് ഇതെൻ്റെ വീടാണ് എന്ന് എച്ചുവമ്മ പറഞ്ഞത്? ഏതാ പാടത്ത് നിന്നപ്പോൾ പാറു പറഞ്ഞില്ലേ വീട്ടിൽ പോവാൻ ഭയങ്കര ചൂടായിരിക്കുമെന്ന്. അപ്പോൾ എച്ചുവമ്മ പറയുന്നുണ്ട് ദിസ് ഈസ് മൈ ഹോം എന്ന്. അപ്പോൾ ഗ്രാൻഡ് മദർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഗ്രാൻഡ് മദർ lived very close to nature. They considered nature as their mother and home. പ്രകൃതിയോട് വളരെ ഇണങ്ങിയാണ് എച്ചുവമ്മ ജീവിച്ചു വന്നത്. പ്രകൃതിയെ അമ്മയായും അതുപോലെ തൻ്റെ വീടായിട്ടും എച്ചുവമ്മ കാണുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ കഥയ്ക്ക് മറ്റൊരു ടൈറ്റിൽ, ഒരു തലക്കെട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാവൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഈ കഥ വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന നല്ല പേരുകളൊക്കെ കൊടുക്കാം. ഞാനിവിടെ നേച്ചർ ഒന്ന് കൊടുക്കുന്നു, ഒരെണ്ണം കൂടെ ബ്യൂട്ടിഫുൾ നേച്ചർ. ആക്ടിവിറ്റി ഫസ്റ്റ്, ലുക്ക് അറ്റ് ദി ഫോളോവിങ് സെന്റൻസ്. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ്മദർ വെരി മച്ച് ആൻഡ് കോൾഡ് ഹെർ എച്ചുവമ്മ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ അണ്ടർലൈൻഡ് വേർഡ്? അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഇവിടെ ഗ്രാൻഡ് മദർ എന്നുള്ളതാണ്. അത് 2 വാക്കുകൾ കമ്പൈൻ ചെയ്താണ്. ലെറ്റ് സി, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദർ, 2 വാക്കുകൾ കൂടിച്ചേർന്ന ഒരു വാക്കാണ്. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ചിൽഡ്രൻ, ഗ്രാൻഡ് സൺ, അങ്ങനെ. ചൂസ് 2 അപ്രോപ്രിയേറ്റ് പിക്ചേഴ്സ് ടു ഗെറ്റ് സിംഗിൾ മീനിങ്ഫുൾ വേർഡ്സ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൽ 2 എണ്ണം ചേർത്ത് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കണം. നോക്കിക്കേ, വളരെ രസകരമായ ഒരു ഗെയിമാണ്. സൺ ഫ്ലവർ, ഇവിടെ സൂര്യന്റെ പടവും തന്നിട്ടുണ്ട്, ഫ്ലവറിന്റെ ഉണ്ട്. സൺഫ്ലവർ. ഇനി നമുക്ക് ഏതൊക്കെ ഉണ്ടാക്കാം? ഷെയ്ക്ക് ഹാൻഡ്, സ്റ്റാർ ഫിഷ്, ഹാൻഡ് ബാഗ്. ഇനി ആക്ടിവിറ്റി 2, complete the questions using the words given in the brackets. Write the answers after reading the text. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റിനകത്തെ കുറച്ച് വാക്കുകൾ മിസ്സിംഗ് ആണ്. അത് നമ്മൾ ആ ബോക്സിൽ നിന്ന് എടുത്തെഴുതണം. അതുപോലെ അതിൻ്റെ ആൻസർ ടെക്സ്റ്റ് വായിച്ചിട്ട് എഴുതണം. Where did
പാറു ലീവ്? എവിടെയാണ് പാറു ജീവിച്ചിരുന്നത്? പാറു lived in a remote village. Second, was പാറൂസ് റിയൽ നെയിം? അപ്പൊ അവിടെ എന്താണ് വരേണ്ടത്? എന്തായിരുന്നു പാറുവിന്റെ യഥാർത്ഥ പേര്? അപ്പൊ അവിടെ എന്താണ് എന്നുള്ള അർത്ഥം വരുന്ന ആ വാക്കിൽ ഏതാണ്? ഹു ആണോ, വൈ ആണോ, വാട്ട് ആണോ? വാട്ട് അല്ലെ? അപ്പൊ വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം? ആൻസർ എങ്ങനെ വരും? പാറൂസ് റിയൽ നെയിം ഈസ് പാർവതി. തേർഡ് വൺ, ഡാഷ് അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം? പാറുവിനെ വീട്ടിലേക്ക് പോകാൻ ഉപദേശിച്ചത് ആരാണ്? ആര് എന്നുള്ള ക്വസ്റ്റ്യൻ വരേണ്ടത് ഏതാണ്? ഹു. ഹു അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം? ഇതിന്റെ ആൻസർ എന്ത് വരും? ഗ്രാൻഡ് മദർ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. മുമ്മയല്ലേ പറഞ്ഞേ ഗ്രാൻഡ് മദർ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. ഫോർത്ത് വൺ, ഡാഷ് ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവാർഡ്സ് ഹെർ ഹോം? എന്തിനാണ് പാറു തൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയത്? അപ്പൊ അവിടെ എന്തിന് എന്നുള്ള അർത്ഥം എന്താണ്? വൈ ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവാർഡ്സ് ഹെർ ഹോം? ആൻസർ എങ്ങനെ വരും? ടു ചെക്ക് ഇഫ് ഹെർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. ടു ചെക്ക് ഇഫ് ഹെർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. അവളുടെ അച്ഛൻ തിരികെ വീട്ടിലെത്തിയോ എന്നറിയാനാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. Activity 3. Read the following paragraph and complete it using the correct form of the words given in the brackets. Two examples are done for you. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ കുറച്ച് വാക്കുകൾ മിസ്സിംഗ് ആണ്. ആ വാക്കുകൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, എന്നാൽ ആ വാക്കുകൾ അതേപടിയല്ല, അതിൻ്റെ കറക്റ്റായ ഫോമിൽ നമ്മൾ എടുത്ത് എഴുതണം. ടു എക്സാമ്പിൾസ് ആർ ഡൺ ഫോർ യു. രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്കായിട്ട് ഇവിടെ ചെയ്തു വന്നിട്ടുണ്ട്. ജിമ്മി ആൻഡ് പിങ്കി വെയർ ഗുഡ് ഫ്രണ്ട്സ്. ജിമ്മിയും പിങ്കിയും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. വൺ ഡേ ദേ വെയർ പ്ലേയിങ് അണ്ടർ എ ബിഗ് മാംഗോ ട്രീ. ഒരു ദിവസം അവരൊരു വലിയ മാവിന്റെ ചുവട്ടിൽ കളിക്കുകയായിരുന്നു. ദേ ഹേർഡ് എ സ്ക്വീക്കിംഗ് സൗണ്ട് ഫ്രം സംവെയർ. അവരെവിടെ നിന്നോ ഒരു സ്ക്വീക്കിംഗ്, ഒരു ഞരക്കം പോലൊരു ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള ഉയർന്ന ഒരു ഞരക്കം, ഒരു അങ്ങനെ ഒരു ശബ്ദം കേട്ടു. ജിമ്മി ലുക്ക്ഡ് അപ്പ്. ലുക്ക് എന്നാണ് തന്നിരിക്കുന്നത്. ലുക്ക്ഡ് അപ്പ്, നോക്കി. ഹി സോ എ സ്ക്വിറൽ ഗ്രീഡ്ലി ഈറ്റിംഗ് എ റൈപ്പ് മാംഗോ. അവൻ കണ്ടു ഒരു അണ്ണാൻ അവിടെ ഇരുന്ന് വളരെ ഗ്രീഡ്ലി എന്ന് പറഞ്ഞാൽ വളരെ ധൃതിയിൽ, വളരെ ആർത്തി പിടിച്ച് എന്നൊക്കെ പറയാം. ഈറ്റിംഗ് ആ റൈപ്പ് മാംഗോ, ഒരു പഴുത്ത മാംഗോ പെട്ടെന്ന് കഴിക്കുകയാണ്. ഓ റൈപ്പ് മാംഗോസ്, ഓ പഴുത്ത മാംഗോസ്. ജിമ്മി കോൾഡ് ഔട്ട് ലൗഡ്ലി. ജിമ്മി വളരെ ഉച്ചത്തിൽ അലറി വിളിച്ചു. പിങ്കി റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ യാചിച്ചു എന്ന ഒരു, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു എന്നൊരിതാണ്. അവിടെ റിക്വസ്റ്റഡ് എന്നാണ് തന്നിരിക്കുന്നത്. ജിമ്മി ടു ഗെറ്റ് ദ റൈപ്പ് മാംഗോസ്. അപ്പം പിങ്കി അവനോട് തരാമോ എന്ന് ചോദിച്ചു. ജിമ്മി ഡാഷ് പിക്ക് അപ്പ് സം ഷാർപ്പ് സ്റ്റോൺസ് ഫ്രം ദി ഗ്രൗണ്ട്. അപ്പൊ ഇവിടെ ഈ കഥ നമ്മളോട് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്. അതായത് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയല്ല, അത് കഴിഞ്ഞു. അപ്പോൾ 3 കാലങ്ങളുണ്ട്: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ സമയം, പ്രസന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ കഥ നടന്നത് കഴിഞ്ഞു, പാസ്റ്റിലാണ്. അപ്പം ആ വാക്കുകളുടെ പാസ്റ്റ് ടെൻസ് വേണമെങ്കിൽ ഇവിടെ ഈ തന്നിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇ.ഡി. ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഇ.ഡി. ഫോം ഇവിടെ ചേർത്ത് കൊടുക്കണം. ജിമ്മി picked up some sharp stones from the ground and start എന്നുള്ളത് എന്താവും? started throwing them up at the mangoes. അവിടെ കിടന്ന ചില കൂർത്ത കല്ലുകൾ എടുത്ത് ജിമ്മി എറിയാനായിട്ട് ആരംഭിച്ചു. A big ripe mango fell on the ground. വലിയ പഴുത്ത ഒരു മാങ്ങ തറയിലേക്ക് വീണു. പിങ്കി ആൻഡ് ജിമ്മി ran fast to pick the mango. ജിമ്മിയും പിങ്കിയും വളരെ സ്പീഡിലോടി ആ മാങ്ങ എടുക്കാനായിട്ട് പോയി. വൈൽ റണ്ണിങ്, ഓടുന്ന വഴിക്ക്, പിങ്കി pushed ജിമ്മി ആൻഡ് സ്നാച്ച്ഡ്, തട്ടിയെടുത്തു ദ മാംഗോ. പുവർ ജിമ്മി he didn't get the mango. ഓടുന്ന വഴിക്ക് പിങ്കി ജിമ്മിയെ പുഷ് ചെയ്തു, അതായത് തള്ളിയിട്ടു, എന്നിട്ട് ആ മാങ്ങ തട്ടിപ്പറിച്ചെടുത്തു. പാവം ജിമ്മി, അവന് മാംഗോ കിട്ടിയില്ല. ഓൺ സീയിങ് ജിമ്മി സാഡ് ഫേസ്, ജിമ്മിയുടെ സങ്കടം വന്ന ആ മുഖം കണ്ടിട്ട്
പിങ്കി ഷെയർഡ് ദ മാംഗോ വിത്ത് ദം. ഷെയർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പങ്കുവെക്കുക എന്നാണ് ഷെയറിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ പങ്കുവെച്ചു എന്നുള്ള അർത്ഥം വരണമെങ്കിൽ എന്ത് വരണം? പിങ്കി ഷെയർഡ് ദ മാംഗോ വിത്ത് ഹിം. Activity 4. World Farmers Day. 14th May has arrived. Paru thought, I must surprise my grandma a greeting card. Let's help Paru make the greeting card. മെയ് 14 വേൾഡ് ഫാർമേഴ്സ് ഡേ ആണ്, ലോക കർഷക ദിനമാണ്. അന്ന് ഗ്രാൻഡ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാമെന്ന് പാറു തീരുമാനിച്ചു. ആ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ പാറുവിനെ സഹായിക്കുമല്ലോ എന്നാണ് ഇവിടെ ചോദ്യം. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ വേൾഡ് ഫാർമേഴ്സ് ഡേ തന്നു, അതുപോലെ ഏതെങ്കിലും ഒരു ഡേ തന്നിട്ട് അങ്ങനെ ഒരു പോസ്റ്റർ വരയ്ക്കാൻ പറയും. ഇപ്പൊ രണ്ടുമൂന്ന് നല്ല പിക്ചറുകളൊക്കെ വരച്ചിട്ട് അതിൽ ഇപ്പൊ ഇതിനകത്താണെങ്കിൽ ഹാപ്പി ഫാർമേഴ്സ് ഡേ എന്ന് എഴുതാം. അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലുമൊക്കെ ദിവസമാണ് നമ്മളോട് തന്നിരിക്കുന്നതെങ്കിൽ അത് വിഷ് ചെയ്ത് നമുക്ക് ആ പോസ്റ്റർ പൂർത്തീകരിക്കാം. അത് മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഈ പുസ്തകത്തിലെ തന്നെ ഒരു പിക്ചർ എടുത്തിട്ട് ആണ് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ നല്ല പടമൊക്കെ വരച്ച് ആകർഷകമാക്കുക. അടുത്തത് ആക്ടിവിറ്റി 5. പാറു ആൻഡ് ഹർ ഗ്രാൻഡ് മദർ were in their paddy field. You have seen such paddy fields, haven't you? പാറുവും ഗ്രാൻഡ് മദറും അവരുടെ നെൽപ്പാടത്തിൽ എത്തി. അതുപോലെയുള്ള നെൽപ്പാടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഡ്രോ എ പിക്ചർ ഓഫ് എ പാഡി ഫീൽഡ് ഇൻ യുവർ നോട്ട് ബുക്ക്. റൈറ്റ് എ ഫ്യൂ സെന്റൻസസ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ ഒരു നെൽപ്പാടത്തിന്റെ പടം നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് നെൽപ്പാടത്തെ പറ്റി 3-4 സെന്റൻസും കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോട്ട്ബുക്കിൽ ആ പിക്ചർ വരയ്ക്കുക. ഞാനിവിടെ 3-4 സെന്റൻസ് എഴുതിയിട്ടുണ്ട്. പാഡി ഫീൽഡ്സ് സ്ട്രെച്ച് എൻഡ്ലെസ്ലി. നെൽപ്പാടം ഇങ്ങനെ അറ്റമില്ലാതെ കിടക്കുന്നു. മോർണിംഗ് ഡ്യൂ ഓൺ പാഡി ലീവ്സ് ഷൈനിങ് ലൈക്ക് ഡയമണ്ട്സ്. അപ്പോൾ പാഡി ലീവ്സിൽ ഇങ്ങനെ രാവിലെയുള്ള ആ ഒരു മഞ്ഞുതുള്ളിയോ അല്ലെങ്കിൽ മഴത്തുള്ളിയോ ഒക്കെ ഇരുന്നിട്ട് നമ്മുടെ സൂര്യരശ്മി വരുമ്പോൾ നല്ല തിളങ്ങും, ഡയമണ്ട് പോലെ തിളങ്ങും. നല്ലൊരു കാഴ്ചയാണ് രാവിലെ സൂര്യപ്രകാശം വരുമ്പോൾ ഇതിലുള്ള ഈ ജലത്തുള്ളികൾ ഇങ്ങനെ തിളങ്ങുന്നത് കാണാൻ. വാസ്റ്റ് പാഡി ഫീൽഡ്സ് ക്രിയേറ്റ് എ സ്റ്റണ്ണിങ് ഗ്രീൻ ലാൻഡ്സ്കേപ്പ്. വളരെ വിസ്തൃതമായ ഈ നെൽപ്പാടങ്ങൾ നല്ലൊരു ഗ്രീൻ ലാൻഡ്സ്കേപ്പ് നമുക്ക് തരുന്നു. പാഡി ഫീൽഡ്സ് ലുക്ക് ലവ്ലി ആഫ്റ്റർ റെയിൻ. മഴയ്ക്ക് ശേഷം ഈ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ആക്ടിവിറ്റി 6. എച്ചുവമ്മ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ ഗ്രീൻ പാഡി ഫീൽഡ്. She held the green paddy plants close to her chest and started singing a beautiful folk song. എച്ചുവമ്മ ആ നെൽപ്പാടത്തിന്റെ ഭംഗിയിൽ ഇങ്ങനെ ലയിച്ച് കുറച്ച് നെൽക്കറ്റകൾ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് ഒരു നല്ല നാടൻ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ ആ പാട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ചില ലൈൻസ് മിസ്സിംഗ് ആണ്. അപ്പോൾ അത് നമ്മളോട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Read the song and add more lines to it. We are farmers on this land. We plow the soil. We till the soil. നമ്മൾ ഈ മണ്ണ് ഉഴുതുമറിക്കാറൊക്കെ ഉണ്ട്, അതിവിടെ കൃഷി ചെയ്യാറുണ്ട്. We sow the seeds. We see them grow. നമ്മളിവിടെ വിത്ത് പാകാറുണ്ട്, അവ വളരുന്നത് കാണാറുണ്ട്. We are happy in this world. ഞങ്ങൾ ഈ ലോകത്ത് സന്തുഷ്ടരാണ്. We are farmers on this land. ഞങ്ങളിവിടെ കർഷകരാണ്. ഇവിടെ ഞാൻ 2 ലൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. We are the children of this land. We are the guardian of this land. We are happy in this land, in this world. We are farmers on this land. We plow the soil. We sow the seeds. We are happy in this world. Activity 7. Program notice. The Farmers Club of Kanikattur Grama Panchayat has decided to celebrate Farmers Day on Chingam 1st. ഇവിടുത്തെ കർഷക ക്ലബ്ബ് ചിങ്ങം 1-ാം തീയതി കർഷക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ലെറ്റ്സ് റീഡ് ദെയർ പ്രോഗ്രാം നോട്ടീസ്. അവരുടെ പ്രോഗ്രാം നോട്ടീസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫാമേഴ്സ് ക്ലബ് കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് ഫാമേഴ്സ് ഡേ സെലിബ്രേഷൻസ് നോട്ടീസ്. അപ്പോൾ ഇത് തലക്കെട്ടാണ്. അതിനുശേഷം ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1st. നമ്മൾ ചിങ്ങം 1-ാം തീയതി ഫാമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആസ് പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ, ആ സെലിബ്രേഷൻ്റെ ആ ആഘോഷ പരിപാടികളുടെ ഭാഗമായി വി വുഡ് ലൈക്ക് ടു ഓണർ മിസ്സിസ് ജാനകി അമ്മ
ദ റെസിപ്പിയന്റ് ഓഫ് കർഷകശ്രീ അവാർഡ് 2024 2024 കർഷകശ്രീ അവാർഡ് ജേതാവ് മിസ്സസ് ജാനകി അമ്മയെ ഈ അവസരത്തിൽ ഞങ്ങൾ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡേറ്റ് തന്നിട്ടുണ്ട്, ടൈം ഉണ്ട്, വെന്യൂ എന്ന് പറയുന്ന എവിടെയാണോ സ്ഥലം, ഈ പരിപാടി നടക്കുന്ന സ്ഥലം. ഓൾ ആർ ഇൻവൈറ്റഡ്. ഇനിയും അതിനകത്ത് ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളൊരു ഡീറ്റെയിൽഡ് നോട്ടീസ് താഴെ തന്നിട്ടുണ്ട്. വെൽക്കം സ്പീച്ച് മിസ്റ്റർ കൃഷ്ണമൂർത്തി, പ്രസിഡൻഷ്യൽ അഡ്രസ്, ടോക്കൺ ഓഫ് ലവ് ടു മിസ്സസ് ജാനകി അമ്മ, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. ഇത്രയും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ദ ഫാമേഴ്സ് ക്ലബ് ഇൻ യുവർ സ്കൂൾ has decided to celebrate the harvest of vegetables grown in the vegetable garden of the school. Prepare a notice for the program. നിങ്ങളുടെ സ്കൂളിലെ ഫാമേഴ്സ് ക്ലബ്ബ് ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അതായത് നിങ്ങളുടെ സ്കൂളിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അവിടുത്തെ പച്ചക്കറികൾ വിളവെടുക്കുന്ന ഒരു ദിവസം ആഘോഷിക്കാൻ തീരുമാനിച്ചു. ആര്? ഫാമേഴ്സ് ക്ലബ്ബുകാർ. നിങ്ങളുടെ സ്കൂളിലെ ഫാമേഴ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി വിളവെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. അതിനെ പറ്റിയുള്ളൊരു നോട്ടീസ് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ നോട്ടീസാണ് ഇവിടെ തന്നിരിക്കുന്നത്.